Health tips for every day, for everyone. From Dr. Mims. Oh, you better not stop me, you better not block me from who I wanna be. It's my destiny. Don't miss the spinner, here comes the winner. Play on the bass, I'm in the race. No pains, no fears, no shouts, no tears. I wanna make my life love peaceful and clear. Me, you, who wanna live here? അമ്മേ, എന്റെ ചെവിക്ക് വല്ലാത്ത വേദന. മുഴുവൻ സമയവും ആ ഹെഡ്ഫോൺ വെച്ചല്ലേ നടപ്പ്. നാളെ തന്നെ ഡോക്ടർ മിംസിനെ പോയി കാണണം. പറയൂ, എന്താണ് അസുഖം? ഡോക്ടർ, ഇവന്റെ ചെവിക്ക് ഈയിടെ വല്ലാത്ത വേദന അനുഭവപ്പെടുന്നുണ്ട്. സ്ഥിരമായി ചെവിയിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കാറുണ്ട്. അതെ, ഇതുതന്നെയാണ് പ്രധാന കാരണം. സ്ഥിരമായി ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് ചെവിയിലെ കർണപടത്തിന് കേടുപാടുകൾ വരുത്താം. അപ്പോ ഹെഡ്ഫോൺ ഉപയോഗം പൂർണ്ണമായി ഉപേക്ഷിക്കണോ ഡോക്ടർ? അങ്ങനെയല്ല, സ്ഥിരമായി ഉപയോഗിക്കാതിരിക്കുക. ശബ്ദം കുറച്ച് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നേരിട്ട് ചെവിയിലേക്ക് പ്രവേശിക്കുന്ന ശബ്ദത്തിന്റെ കാഠിന്യം കേൾവി തകരാറിന് കാരണമാകാം. ശബ്ദം ചെവിക്ക് താങ്ങാവുന്നതിലധികമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാനാവും? ഒരു കൈ അകലത്തിൽ ഹെഡ്ഫോൺ അകറ്റി പിടിച്ചു നോക്കുക. എന്നിട്ടും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ചെവിക്ക് താങ്ങാവുന്നതിലും അധികമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ വലിയ ശബ്ദങ്ങളിൽ നിന്ന് കഴിയുന്നതും വിട്ടുനിൽക്കുക. ഇനി അഥവാ സ്പീക്കറുകളുടെയോ മറ്റോ അടുത്ത് പോകേണ്ടി വന്നാൽ തന്നെ ചെവിക്ക് സംരക്ഷണം നൽകാനായി പഞ്ഞിയോ ഇയർ പ്ലഗുകളോ ഉപയോഗിക്കാം. വേറെ വല്ല കാരണങ്ങൾ കൊണ്ടും ചെവിവേദന വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ചെവിയിൽ മൂർച്ചയുള്ളതോ കട്ടിയുള്ളതോ ആയ വസ്തുക്കൾ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നതും ചെവിവേദനയ്ക്ക് കാരണമാകാം. താങ്ക് യു ഡോക്ടർ മിംസ്. ഇനി ഞാനിതെല്ലാം ശ്രദ്ധിച്ചോളാം. ചെവിയുടെ കർണപടം വളരെ മൃദുലമാണ്. അതിനാൽ അതിന് കേടുപാടുകൾ വരത്തക്ക വിധത്തിലുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക.